സിമ്പിൾ ആയിട്ട് ഇങ്ങനത്തെ ഒരു ടെന്റിൽ താമസിക്കാം. ഇനിയിപ്പോൾ അതല്ല, വളരെ ലക്ഷറി ആയിട്ട് വില്ലയിൽ താമസിക്കണമെങ്കിൽ ലക്ഷറി സ്റ്റൈലിൽ താമസിക്കുകയും ചെയ്യാം. വളരെ പ്രീമിയം സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സ്പോട്ട്. കുരിശുമല എൻ്റെ തൊട്ടടുത്താണ്. അതിരാവിലെ തന്നെ നല്ലൊരു ക്ലൈമറ്റിൽ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റും അത് കഴിഞ്ഞ പാടെ തന്നെ ഒരു ജീപ്പ് സഫാരിയും. മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു ലാ പേസ്. രാവിലെ ആകുമ്പേ കോട ഇങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ കക്കാടംപൊയിലിന്റെ അടുത്ത് നായാടംപൊയിൽ എന്ന സ്ഥലത്താണ് ഈ ഒരു ലാ പേസ് വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ കാണുന്ന ഒരു വില്ല, ഈ കാണുന്ന ഒരു വില്ല, മൊത്തത്തിൽ 5 വില്ലാസ് ഉണ്ട്. നമുക്ക് സൈക്ലിങ്ങിനുള്ള ട്രാക്ക് ഉണ്ട്, അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. പ്രകൃതിയെ നേരിട്ട് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഇൻഫിനിറ്റി പൂളാണ്. ഇനി അതല്ല, പ്രൈവറ്റ് പൂള് വേണമെങ്കിൽ അതുണ്ട്. ഗംഭീര പാർക്കിംഗ് സ്പേസും അതേപോലെ തന്നെ ഒരു ഓപ്പൺ ആംഫി തിയേറ്ററും ഒക്കെ ആയിട്ട് ഒരു വമ്പൻ സെറ്റപ്പുള്ള റിസോർട്ട്. കക്കാടംപൊയിൽ സ്പോട്ട് കഴിഞ്ഞ് പിന്നീട് നമ്മൾ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് നായാടംപൊയിൽ എത്തണം ഈ ഒരു റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇവര് രാത്രി ഒരു ഗംഭീര ഡിന്നർ തന്നെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. തണുത്ത ക്ലൈമറ്റിൽ നല്ലൊരു ഉറക്കം, പിന്നീട് ഇതാ ബ്രേക്ക്ഫാസ്റ്റും. രാവിലെ ആയപ്പോഴേക്ക് വേറെ തന്നെ ഒരു കാഴ്ച, ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഒന്നും മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനും ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ട് ചില്ല് ചെയ്യാനും ഈ സ്പോട്ട് ബെസ്റ്റ് ആണ്. നോർമലി കാണുന്ന പോലെ റിസോർട്ട് അത്ര ടൈറ്റ് ആയിട്ടല്ല, ഒരുപാട് സ്പേസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിലാക്സ്ഡ് ആയിട്ട് നടക്കാനുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട്. അതിരാവിലെ തന്നെ കുറച്ച് കാലറി ബേൺ ചെയ്യാം. ഈ ട്രക്കിംഗ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി. ഫാമിലിയൊക്കെ എന്തായാലും വെറുതെ ഇരിക്കേണ്ടി വരില്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരെ വിളിക്കാം. ബൈ.